ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പൂച്ചയെ വന്ധീകരണം ചെയ്യുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, പൂച്ചയ്ക്കുണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയാണ്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വന്ധീകരണം ചെയ്യുന്നതിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവ്സാണോ കൂടുതലെന്ന്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സ്, പണ്ട് ഫേസ്ബുക്ക് പേജിലൊക്കെ ഞാൻ പൂച്ചയെ വന്ധീകരണം ചെയ്യണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പം ഒരുപാട് ചേട്ടന്മാരൊക്കെ അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് നെഗറ്റീവ്സ് കമൻറ്റൊക്കെ ചെയ്യുമായിരുന്നു. പൂച്ചയുടെ ഫ്രീഡം ഇല്ലാതെ ആക്കുവാണ് നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല. പൂച്ചയ്ക്ക് ഒരിക്കലും അമ്മയാകണമെന്നോ കുഞ്ഞുങ്ങൾ വേണമെന്നോ ഒന്നും ആഗ്രഹമില്ല. മേറ്റിംഗ് ചെയ്യണമെന്ന് പോലും അതിന് ആഗ്രഹമില്ല. പൂച്ചയ്ക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം അത് മേറ്റിംഗ് ചെയ്യും. പക്ഷേ തുടർച്ചയായ മേറ്റിംഗ് അതിന് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും. ഫീമെയിൽ ക്യാറ്റ്സിന് ലൈഫ് ലോങ് ഫെർട്ടിലിറ്റി ഉണ്ട്. ഒരു വർഷം ഒരു ഫീമെയിൽ ക്യാറ്റ് 3 തവണ പ്രസവിക്കും. ഒരു പ്രസവത്തിലൂടെ തന്നെ 2 മുതൽ 6 കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. അങ്ങനെ തുടർച്ചയായ പ്രസവം ഫീമെയിൽ ക്യാറ്റ്സിന് അതുപോലെ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് ഇല്ലാതെ ആക്കും. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വീടില്ലാതെയാകും. ആരും അഡോപ്ഷന് കുഞ്ഞുങ്ങളെ എടുക്കുകയില്ല. അത് മാത്രമല്ല, ഫീമെയിൽ ക്യാറ്റ്സിന് തുടർച്ചയായ പ്രസവത്തിലൂടെ അതിന് യൂട്രസ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ അങ്ങനെയുള്ള പല അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ യൂട്രസ് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ട്യൂമർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ, മാമറി ട്യൂമർ, മാമറി ക്യാൻസർ അങ്ങനെയുള്ള ഒരുപാട് അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്. വന്ധീകരണം ചെയ്ത ഈ അസുഖങ്ങളൊന്നും ഒരിക്കലും വരില്ല. വന്ധീകരണം ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രായം എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് ആദ്യം ഹീറ്റ് വരുന്നതിന് മുമ്പാണ്. അതായത് 6 മാസം മുതൽ 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്ധീകരണം ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ പക്ഷേ പൂച്ച ഏത് പ്രായത്തും വന്ധീകരണം ചെയ്യാം. ടീനേജ് ക്യാറ്റ്സിനെ വരെ അതിന് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാം. അതുപോലെ പെൺപൂച്ചയെ പോലെ ആൺപൂച്ചയ്ക്കും വന്ധീകരണം ചെയ്യുന്നത് നല്ലതാണ്. ചില ആൾക്കാരൊക്കെ പറയും ആൺപൂച്ചയുടെ ധൈര്യം പോകണം. പക്ഷേ അതിനേക്കാളും വലുത് അതിൻ്റെ ഹെൽത്തല്ലേ. ആൺപൂച്ചയ്ക്ക് ടെസ്റ്റിക്കുലാർ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ട്യൂമർ ഇങ്ങനെയുള്ള അസുഖമൊക്കെ വരാതിരിക്കാൻ വന്ധീകരണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, പൂച്ചയെ വന്ധീകരണം ചെയ്തില്ലെങ്കിൽ അത് വീട് വിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റ് പൂച്ചകളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഇഞ്ചറീസൊക്കെ ഉണ്ടാകും, ആക്സിഡൻറ്റ്സ് ആകും. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി പൂച്ചയെ വന്ധീകരണം ചെയ്യുന്നത് നല്ലതാണ്. മാത്രമല്ല, പൂച്ചയുടെ ആയുസ്സും കൂടും, ആരോഗ്യവും കൂടും. ആൺപൂച്ചയാണെങ്കിലും പെൺപൂച്ചയാണെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ വന്ധീകരണം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞാലും അതിനെ വന്ധീകരണം ചെയ്യാം. പൂച്ചകൾക്ക് യൂറിൻ സ്പ്രേ ചെയ്യുന്നതൊക്കെ ഇല്ലാതെ ആവാനും വന്ധീകരണം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പൂച്ചയിൽ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടി യൂറിൻ സ്പ്രേ ചെയ്യുക. ആ സ്വഭാവമൊക്കെ മാറും. പിന്നെ ഹീറ്റ് ആകുമ്പോൾ 2 ആഴ്ച കൂടുമ്പം പൂച്ചയ്ക്ക് ഹീറ്റാകുമ്പോൾ പൂച്ച ഇങ്ങനെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ആ സ്വഭാവമൊക്കെ പൂച്ചയുടെ മാറും വന്ധീകരണം ചെയ്യുന്നതിലൂടെ. പിന്നെ പൂച്ചയ്ക്ക് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള വലിയ അസുഖങ്ങൾ ഒരിക്കലും വരില്ല. പിന്നെ പൂച്ച ഒരുപാട് കറങ്ങി നടക്കുന്നതൊക്കെ, മെയിൽ ക്യാറ്റ്സൊക്കെ കറങ്ങി നടക്കുന്നതൊക്കെ കുറയും. പിന്നെ പൂച്ചയ്ക്ക് മെയിൽ ക്യാറ്റ്സ് അതുപോലെ ഫീമെയിൽ ക്യാറ്റ്സ് ഹീറ്റ് ആകുമ്പോൾ അഗ്രസീവ് ആകും. പെട്ടെന്ന് അതിൻ്റെ ദേഷ്യം വരും, ഫൈറ്റ് ചെയ്യും, അതെല്ലാം കുറയും. അപ്പോൾ എന്തുകൊണ്ടും പൂച്ചയ്ക്ക് വന്ധീകരണം ചെയ്യുന്നതിന് പോസിറ്റീവാണ് നെഗറ്റീവ്സിനേക്കാളും കൂടുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.